കേക്കച്ചന്റെ രക്ഷാപ്രവർത്തനത്തിന് അമൈരസിരസ്കൻ രംഗത്ത്. രാഹുലിനെ കൊടുക്കുവാൻ വെടികളെ ഇറക്കിയതിന്റെ ആസൂത്രണം കേക്കച്ചനും രമേശനുമാണെന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയുടെ പരാതി വന്ന തൊട്ടടുത്ത ദിവസം തന്നെ രാവിലെ മരമുറി കള്ളന്മാരുടെ ചാനലിലെ അമൈരസിരസ്കൻ അടുത്ത അപവാദവുമായി രംഗത്തെത്തി. രാഹുലിനെ എന്തു വില കൊടുത്തും 15-ാം തീയതി നിയമസഭയിൽ എത്തിക്കാതിരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വി.ഡി. സതീശൻ അണിയറയിൽ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആരോപണം ഉന്നയിച്ച 2 യുവതികൾ തങ്ങൾക്ക് നിയമ നടപടികളുമായി പോകുവാൻ താല്പര്യമില്ല എന്ന് പോലീസിന് രേഖാമൂലം മൊഴി നൽകിയതോടെ പരിപാടികൾ പൊളിഞ്ഞ് 15-ാം തീയതി രാഹുൽ നിയമസഭയിൽ എത്തും എന്ന സാഹചര്യം ഉണ്ടായപ്പോഴാണ് ഇന്ന് അടുത്ത ഉണ്ടയില്ലാവിടിയുമായി സതീശന്റെ നിർദ്ദേശപ്രകാരം അമൈരസിരസ്കനും വ്യാജ വാർത്താ സംഘവും രാവിലെ തന്നെ പണികൾ തുടങ്ങിയത്. ഇന്നലെ രാത്രി തന്നെ രാഹുൽ വിഷയത്തിൽ വലിയ ബോംബ് പൊട്ടിക്കും എന്ന് വലിയ ബിൽഡപ്പ് ഇന്നലെ തന്നെ മരമുറി ചാനലുകാർ തുടങ്ങിയിരുന്നു. ഒരു യുവ വ്യവസായിയാണ് ഗർഭചിത്രത്തിനുള്ള മരുന്ന് നൽകിയതെന്നും ആ മരുന്നുകളുടെ പേരുമൊക്കെയാണ് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ച വിവരം എന്നും പറഞ്ഞ് ഇവന്മാർ വെച്ച് കാച്ചിയത്. ഇന്നലെ വരെ ബംഗളൂരുവിലായിരുന്നു ഗർഭചിത്രം നടത്തിയത് എന്നും പറഞ്ഞായിരുന്നു ഇവന്മാർ നടന്നത്. യുവതിക്കില്ലാത്ത അസുഖം ഇവന്മാർക്ക് എന്തിനാണ് എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. മരമുറി കൊള്ളക്കാരന്മാരുടെ ചാനലിലെ ഡെസ്കിൽ ജോലി ചെയ്തിരുന്നപ്പോൾ തനിക്ക് പീഡനമേൽക്കേണ്ടി വന്നു എന്ന യുവതിയുടെ വെളിപ്പെടുത്തൽ പുറത്തുവരികയും അവൻ്റെ പേര് ക്രിസ്റ്റിയൻ തോമസ് ആണെന്നും യുവതി പരസ്യമായി പ്രഖ്യാപിച്ചിട്ടും അവനെതിരെ ചാനൽ ഇതുവരെ യാതൊരു നടപടിയും എടുത്തിട്ടില്ല എന്നോർക്കണം. ദുരൂഹ സാഹചര്യത്തിൽ ഹോട്ടൽ മുറിയിൽ കണ്ടവളും വേണുവിൻ്റെ വെപ്പാട്ടിയുമൊക്കെയാണ് രാഹുലിനെ വിമർശിക്കുവാൻ മുന്നിട്ട് നിൽക്കുന്നത് എന്നോർക്കണം. നാണക്കേട് കാരണം ഇവളുമാരുടെ മുഖം വിളറിയാണ് ഇപ്പോൾ ഇരുന്ന് വാർത്തകൾ വായിക്കുന്നത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവന്മാരുടെ ഇന്നത്തെ ആരോപണം കേട്ട് ഞങ്ങളുടെ ന്യായമായ ഒരു ചോദ്യം ഇതാണ്: ക്രൈംബ്രാഞ്ച് വനക്കൊള്ളക്കാരന്മാരുടെ വ്യാജ വാർത്താ ഫാക്ടറിയിലാണോ പ്രവർത്തിക്കുന്നത്, അതോ ക്രൈംബ്രാഞ്ചിന്റെ ഓഫീസിലാണോ ഇവന്മാരുടെ വ്യാജ വാർത്താ ഫാക്ടറി പ്രവർത്തിക്കുന്നത്? സർക്കാരിലെ പ്രമുഖന്റെ കള്ളപ്പണം കൊണ്ടുണ്ടാക്കിയ ഒരു വ്യാജ വാർത്താ ഫാക്ടറിയാണ് ഇതെന്ന് ITV ന്യൂസ് മുമ്പ് റിപ്പോർട്ട് ചെയ്തതിൻ്റെ അടുത്ത ഉത്തമ ദൃഷ്ടാന്തമാണ് ഇത്. 3-ാം പിണറായി സർക്കാർ വരുവാൻ അഹോരാത്രം പണിപ്പെടുന്ന കുലംകുത്തി കേക്കച്ചന്റെ തല താഴുവാൻ ആശ്രിതവത്സനായ പിണറായി ഒരിക്കലും സമ്മതിക്കില്ല. പരാതിക്കാരില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് രാഹുലിനെ അറസ്റ്റ് ചെയ്ത് നിയമസഭയിൽ എത്തിക്കാതിരിക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഇന്നത്തെ അമൈരസിരസ്കന്റെ ഈ വ്യാജ വാർത്ത. ഇന്നൊരു സന്തോഷമുണ്ട്. ഈ വ്യാജ വാർത്ത കണ്ട ഉടനെ ഏഷ്യനെറ്റൊന്നും ഇതുവരെ എടുത്ത് ചാടിയിട്ടില്ല. ഇനി ഇറങ്ങുമോ എന്നറിയില്ല. ആരും കാണാത്ത 18 ചാനലിലും സതീശന്റെ ബിനാമി ചാനലിലും ഒക്കെ മാത്രമാണ് ഇതെടുത്ത് അലക്കുന്നത്. അമൈരസിരസ്കന്റെ വാർത്തയുടെ അടിയിൽ ജനങ്ങളിട്ട കമന്റ് ഒന്ന് വായിച്ചാൽ വേറെ ആരാണെങ്കിലും പോയി ചത്ത് കളഞ്ഞേനെ. അമ്മാതിരി തെറികളാണ് നാട്ടുകാർ മുട്ടയെ വിളിക്കുന്നത്. ഇതുപോലെയുള്ള പല നാറിയ കളികളും ഇനിയും കേക്കച്ചൻ കളിക്കും എന്ന് ജനങ്ങൾക്കറിയാം. അതുകൊണ്ട് തന്നെ രാഹുലിന് നീതി തേടിയുള്ള മിഷൻ 60യുടെ 16-ാം ദിനത്തിൽ ജനങ്ങൾ ശക്തമായ പ്രതികരണം തുടരുന്നു. അതുപോലെ മറ്റൊരു ചോദ്യം കൂടി ഉയരുകയാണ്. നടന്നത് രാഹുലിനെ കൊടുക്കുവാൻ രമേശനും സതീശനും ചേർന്ന് ആസൂത്രണം ചെയ്ത ഒരു ട്രാപ്പായിരുന്നു എന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ പരാതിയെ തുടർന്ന് ഇവന്മാർ രാജിവെക്കുമോ എന്നതാണ്. ഇവിടെ രേഖാമൂലമായ ഒരു പരാതിയെങ്കിലും ഉണ്ടായിരുന്നു. വെറും കെട്ടുകേൾവിയുടെ പേരിലാണ് രാഹുലിനെതിരെ നടപടിയെടുത്തത് എന്നോർക്കണം. ITV ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റ്. ജനങ്ങളുടെ പ്രതികരണങ്ങൾ തുടരുന്നു. സാറേ, ഞാൻ പ്രസന്നകുമാർ. ഈ കിഴങ്ങേശ്വരനോട് ചോദിക്കേണ്ട ഒരു ചോദ്യം, അവൻ നിർബന്ധമായി ഉത്തരം തരേണ്ട ഒരു ചോദ്യമാണ് ചോദിക്കുന്നത്. ഇവിടെ കേരളത്തിലെ പ്രതിപക്ഷ നേതാവിൻ്റെ സീറ്റിലാണല്ലോ അവൻ ഇരിക്കുന്നത്. ഒരുപാട് ഉത്തരവാദിത്വമുണ്ട്. അതായത് കോൺഗ്രസ്സുകാരോട് മാത്രമല്ല, അവന് കേരളത്തിലെ മുഖ്യമന്ത്രിയെ പോലെ 3.5 കോടി ജനങ്ങളോടും ഉത്തരവാദിത്വമുണ്ട്. ഒരേപോലെ അവൻ ആ ഉത്തരവാദിത്വം കാണിക്കേണ്ടവനാണ്. അവന് ഞാൻ കയറ് മേടിച്ചു കൊടുക്കാം രാഹുലിനെ തൂക്കിലേറ്റാൻ. പക്ഷേ ഈ ഒരു ഉത്തരം പറഞ്ഞിട്ടേ പറ്റുള്ളൂ. ഇല്ല, ഇവനെ ഞാൻ തൂക്കിലേറ്റേണ്ടി കിട്ടിയ. അതായത് ഇവിടെ സ്വപ്ന സുരേഷ് എന്ന് പറഞ്ഞൊരു പെണ്ണ് ഭരണ കക്ഷിയുടെ കൂട്ടത്തിലിരുന്ന് അവളുടെ കൈകൊണ്ട് ചെയ്ത കുറേ ക്രിയകൾ അവൾ വെളിപ്പെടുത്തി. ഞാൻ പറഞ്ഞല്ലോ, മുമ്പൊരു ശബ്ദരേഖ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സാമ്പത്തിക കുറ്റകൃത്യം മുതൽ പെണ്ണുകേസ് വരെ നേരിട്ട് അവളോട് ചെന്ന് ഇടപെട്ട ആൾക്കാർ, നിസ്സാരക്കാരൊന്നുമല്ല. മന്ത്രിമാർ, MLA മാർ, ആ മന്ത്രിസഭയിലെ സ്പീക്കർ അടക്കം ചെന്ന് നിന്ന് ചോദിച്ച ചോദ്യങ്ങളും എടുത്ത ഫോട്ടോകളും അയച്ചു കൊടുത്ത ഫോട്ടോകളും ഇതെല്ലാം അവൾ തെളിവായിട്ട് കൊണ്ടുവന്നു. ഈ തെളിവുകളുടെയൊക്കെ അടിസ്ഥാനത്തിൽ അന്വേഷണമൊക്കെ നടത്തി ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു.
ഇത് കോടതിക്കും ബോധ്യപ്പെട്ടു. അങ്ങനെ ആകപ്പാടെ ഒരു സാധുവിനെ ബലിയാടാക്കി. ശിവശങ്കരൻ എന്ന പേരിൽ ഉണ്ടായിരുന്ന ഒരു IAS ഓഫീസർ, ചീഫ് സെക്രട്ടറി, മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ചീഫ് സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്യുകയും ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. അത് ഈ സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ, വേറെ കേസൊന്നും അല്ലല്ലോ. അപ്പോൾ സ്വപ്ന വെളിപ്പെടുത്തിയതെല്ലാം ശരി വെക്കുന്ന ഒരു കാര്യമല്ലായിരുന്നു അത്. അപ്പോൾ ആ സ്വപ്ന തന്നെ വെളിപ്പെടുത്തിയ ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ എതിരെ, അല്ല നേതാക്കന്മാർ ഇപ്പം വർഷം എത്രയായി, അടുത്ത മന്ത്രിസഭ തീരാനായല്ലോ, ആരെങ്കിലും ഒരു കേസ് കൊടുത്തോ? പോലീസൊക്കെ അവരുടെ കയ്യിലാണല്ലോ ഈ കണ്ട 9 വർഷം. സ്വപ്നെ എന്തെങ്കിലും ചെയ്തോ? കാരണം സ്വപ്ന വെല്ലുവിളിച്ചു, എനിക്കെതിരെ കേസ് കൊടുക്കുക, ഞാനും പ്രതിയാണിതിൽ, ഈ പണാപകരണത്തിലൊക്കെ ഞാനും പ്രതിയാണ് എന്ന് പറഞ്ഞിട്ട് പോലും അത് കേട്ട അവസ്ഥയില്ലല്ലോ. ഭരണകക്ഷിക്കുമില്ല, പ്രതിപക്ഷത്തിനുമില്ല. ഇവൻ എന്നെ ചരയ്ക്കാൻ കയറിയിരിക്കുക ഈ കസേരയിൽ, ഈ പരനാറി. അതുകൊണ്ട് ഇവൻ അതിൻ്റെ ഒരു മറുപടി നമുക്ക് തരണം. ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുക ഇവൻ്റെ വായിൽ നിന്ന്. ഈ സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തലിലൂടെ അത് സത്യമല്ലായിരുന്നോ? ഒരു IAS ഓഫീസർ, സീനിയർ IAS ഓഫീസർ, ചീഫ് സെക്രട്ടറി ആയിരുന്നയാളെ അറസ്റ്റ് ചെയ്ത് അകത്തിടാൻ പാകത്തിനുള്ള വെളിപ്പെടുത്തൽ നടത്തിയ സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തൽ മറ്റുള്ള നേതാക്കന്മാരെയും മന്ത്രിമാരെയും പറ്റിയൊക്കെ ഉള്ളത്, വീട്ടിൽ കയറ്റാൻ കൊള്ളുകയില്ലാത്തവന്മാരും എല്ലാം ഇതിനകത്തില്ലേ. പിന്നെ മന്ത്രിസഭയുടെ നിയന്ത്രണം വഹിച്ചിരുന്ന സ്പീക്കർ വരെയും അതിൽ പെട്ടില്ലേ. ഏതെങ്കിലും ഒരാൾക്കെതിരെ നടപടിയെടുത്തോ? പിന്നെ എന്തിനെ ഒരു തെളിവില്ലാത്ത ഏതോ ഒരു അഭിസാരികയുടെ വർത്തമാനം കേട്ടിട്ട് അത് ഇവൻ പോയി കൊണ്ടുവന്ന സാധനമാണ്. ഇവൻ പൈസ വാങ്ങിച്ചിട്ടുണ്ട് സാറേ, ഭരണപക്ഷത്തുനിന്ന് ഇവൻ കോടിക്കണക്കിന് രൂപ കയ്യിലാക്കിയിട്ടുണ്ട്. അതിനാണ് ഇവൻ ദുബായിക്ക് പോയേ. ആ പൈസ അവിടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കാൻ പോയതാ ഈ കള്ളനായ, ഈ റാസ്കൽ. നമ്മൾ 3.5 കോടി ജനങ്ങളെ ഇവൻ വിറ്റ് കാശാക്കുക ചെയ്യുന്നത്. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് ചെയ്യണമെന്ന് കേരളത്തിലെ ജനങ്ങൾ തീരുമാനിച്ചോളും. അത് പറയേണ്ടത് പ്രതിപക്ഷ നേതാവല്ലല്ലോ, KPCC പ്രസിഡൻ്റല്ലേ പറയണ്ടേ. ഇനി അതും അല്ലെങ്കിൽ പറയേണ്ടത് ഈ UDF മുന്നണിക്ക് ഒരു കൺവീനറുണ്ട്, അയാളെങ്കിലും പറയട്ടെ. അയാളിപ്പോൾ ലാസ്റ്റ് ആദ്യം തെറ്റിദ്ധരിച്ചു. ഇവൻ പറഞ്ഞത് കേട്ട് വിശ്വസിച്ച അടൂർ പ്രകാശ്. എനിക്ക് അടൂർ പ്രകാശിനോടൊക്കെ ബഹുമാനമുള്ളത്. അയാളൊന്നും ഇമാതിരി ചണ്ടിത്തരം കാണിക്കുന്ന ആളല്ല. കുറച്ചൊക്കെ പാർട്ടിയുടെ വിധേയത്വവും സ്നേഹവും ഒക്കെ ഉള്ള ആളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ ഈ KPCC പ്രസിഡൻ്റായിട്ട് വന്നിരിക്കുന്ന ആളും ഈ സ്ഥാനമോഹം ഇല്ലായിരുന്നെങ്കിൽ അയാളും കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ഇതുപോലെ കാണിക്കുകയില്ല. പക്ഷെ ഇതിപ്പം അയാളും കൂടെ ഇതിൽ വന്ന് പെട്ടു എന്നുള്ളതാണ്. പെട്ടു, അയാൾക്ക് അയാളുടെ നന്മ പോയി, നഷ്ടപ്പെട്ടു അതോടുകൂടി. അപ്പോൾ ആ സ്ഥാനത്തൊന്നും ഇരിക്കാൻ ഇവരൊന്നും അർഹരല്ല. ഈ 3.5 കോടി ജനങ്ങളെ ഇവർ പ്രതിനിധാനം ചെയ്യുന്നത്, അല്ലാതെ കേരളത്തിലെ കോൺഗ്രസ്സുകാരെ മാത്രമൊന്നുമല്ല. ഇപ്പോൾ എത്രയോ CPM സഖാക്കൾ ഇതിനകത്ത് വന്ന് അഭിപ്രായം പറയുന്നു. കാരണം അവർക്കൊക്കെ നേരും നിറയും സത്യസന്ധമായിട്ടും കാര്യങ്ങൾ പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് സ്വപ്ന സുരേഷിൻ്റെ വെളിപ്പെടുത്തൽ വഴി ആരെയെങ്കിലും അറസ്റ്റ് ചെയ്യാതെ വിട്ടിട്ടുണ്ടോ? ഇവൻ വെളിപ്പെടുത്തണം. അല്ലെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് വെളിപ്പെടുത്തണം സതീശൻ. എന്നിട്ട് അവൻ ഉറച്ചു നിൽക്കട്ടെ. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഒരാളും രംഗത്ത് വരാത്ത സ്ഥിതിക്ക് തൽക്കാലം വിശ്വസിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങളൊക്കെ തന്തയ്ക്ക് പറന്നവരാ, ഒറ്റ അച്ഛന് പറന്നവരാ. ഞങ്ങൾക്ക് ഒറ്റ അഭിപ്രായമേ ഉള്ളൂ. കേരളത്തിലെ ജനങ്ങൾ ബഹുഭൂരിപക്ഷവും അങ്ങനെ തന്നെയാണ്. അല്ലാതെ ഇവനെ പോലെ പല തന്തയ്ക്ക് പറന്ന സ്വഭാവം കാണിക്കുന്ന കുറച്ച് പേര് ഇവൻ്റെ കൂടെ നിൽക്കുമായിരിക്കും. രാഹുൽ ഗാന്ധി ഇതൊന്നും അറിഞ്ഞാൽ, അത് മനസ്സിലാക്കി പെരുമാറിയാൽ അയാൾക്ക് നല്ലത്. ഇല്ലെങ്കിൽ ഉണ്ടല്ലോ, ഇങ്ങനെ എല്ലാ കാലത്തും യാചിച്ചുകൊണ്ട് രാജ്യം മുഴുവൻ നടക്കാം. നരേന്ദ്രമോദിയെ കണ്ടു പഠിക്കട്ടെ. ലോകരാജ്യങ്ങൾ തള്ളിക്കളഞ്ഞൊരു രാജ്യമായിരുന്നു ഇന്ത്യ ഒരു കാലത്ത്, ദരിദ്രരാഷ്ട്രം എന്ന പേരിൽ. ഇന്ന് സമ്പന്ന രാജ്യം മാത്രമല്ല, എല്ലാ ലോക നേതാക്കന്മാരും വളരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു നേതാവായി മോഡി മാറി. എന്തുകൊണ്ടാണ്? അയാൾക്ക് രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയ പ്രതിയോഗികളെ ആ രീതികൾ അയാൾ കൈകാര്യം ചെയ്യുന്നുണ്ടായിരിക്കും. പക്ഷേ അയാൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തോട് അയാൾക്കൊരു കൂറുണ്ട്, രാജ്യത്തോടൊരു കൂറുണ്ട്. അതുകൊണ്ടാണ് ലോകരാജ്യങ്ങൾ ഇത് അംഗീകരിക്കുന്നത്, വെറുതെ ഒന്നുമല്ല. അപ്പം അതുകൊണ്ട് സംശുദ്ധരായ നേതാക്കന്മാരാണ് ഈ പിള്ളേർ. ഈ ഷാഫി പറമ്പിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ്. മാത്യു കുഴൽനാടന് അതുപോലെ തന്നെ തുല്യ സ്ഥാനം ഞാൻ കൊടുക്കുക. നല്ലൊരു നാവിൻ്റെ ആളാണ് മാത്യു കുഴൽനാടൻ. പിണറായിയെ പോലൊരു മുള്ളിനെ, ഒരു കട്ടകാര മുള്ളിനെ ഒന്ന് ചലിപ്പിക്കാൻ കഴിഞ്ഞെങ്കിൽ അത്
ഈ കുഴൽനാടിൻ്റെ ഒരു വ്യക്തിപ്രഭാവം തന്നെയാണത്. പി ടി തോമസ് സാർ അത് പറഞ്ഞേച്ച് പോയി, പക്ഷേ അദ്ദേഹം ഇപ്പം ഇന്നില്ലല്ലോ സപ്പോർട്ട് ചെയ്യാൻ. അപ്പോൾ ഇവിടെ പിന്നെ ഉണ്ടായ ഒരു മനുഷ്യനാണ് കുഴൽനാടൻ. ഇവനെയൊക്കെ ചോദ്യം ചെയ്യാൻ, നട്ടനെ നിന്ന് ചോദ്യം ചെയ്യാനുള്ള തൻ്റെ ഇടം, ആണത്തത്തോടെ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞ ആ വ്യക്തിപ്രഭാവമുള്ള മനുഷ്യൻ. അതുപോലെ തന്നെ പിന്നീട് വന്നിട്ടുള്ള ധീരനാണ്, ധൈര്യശാലിയാണ് ഷാഫി പറമ്പിൽ. ഈ കാട്ടുപട്ടികൾ കൂടുന്നെന്ന് പറഞ്ഞ പോലെ ചുറ്റിനും കുറച്ചുകൊണ്ട് കുറേ എണ്ണം കൂടിയല്ലോ. വണ്ടി വിട്ടോളാൻ പോലീസുകാർ പറഞ്ഞു, ഞങ്ങൾ വഴി ഒരുക്കി തരാം, വണ്ടി വേഗം വിട്ടോളാൻ. എവിടെ വണ്ടി വിടാൻ? ഞാൻ എൻ്റെ മണ്ഡലത്തിലാണ് നിൽക്കുന്നത്, ഞാൻ കണ്ടിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇറങ്ങി ധീരനവൻ. ആ മനസ്സ് ഈ ചതീശന് കിട്ടുമോ? അവന് കാണിക്കട്ടെ. അങ്ങനെ അവനെ എതിർക്കാൻ 10 പിള്ളേർ കൂടി കഴിയുമ്പം അവിടോട്ട് ചാടി ഇറങ്ങാനുള്ള തൻ്റെ ഇടം ഇവൻ കാണിക്കട്ടെ, എന്നിട്ട് വർത്തമാനം പറയട്ടെ. അതുകൊണ്ട് ഈ പരമനാറി, ഈ മൊണ്ണ ഇവനെയും ചണ്ടിത്തലയും അതുപോലെ മറ്റേ കോണക്കൊണ്ടരുണ്ടല്ലോ, ഡൽഹി ഇരുന്ന് നുണ പറയുന്നവൻ, അവനെയൊന്നും കേരളത്തിൽ കാല് കുത്തിക്കരുത്. നിയമസഭയിൽ ഒരു കാരണവശാലും കേരളം കോൺഗ്രസ് ഭരിക്കണം, ഒരു സംശയം വേണ്ട. കേരളം കോൺഗ്രസ് തന്നെ ഭരിക്കണം. അത് ഈ പിള്ളേരുടെ സെറ്റിൻ്റെ കയ്യിൽ കൊടുക്കണം ഭരണം. ഈ വാഴ്ചകളവന്മാരെല്ലാം പോട്ടെന്നേ, ഒറ്റ ഒരുത്തന്നെ ഇവിടെ കച്ചി തൊടിയിക്കരുത്. നമുക്ക് 72 75 സീറ്റ് കിട്ടിയാൽ മതി, ഭരിക്കാമല്ലോ. 100 വേണ്ട, 100 സീറ്റൊന്നും വേണ്ട ഇവിടെ. ഈ പിള്ളേർ സെറ്റെല്ലാം കൂടെ നിന്ന് കഴിഞ്ഞാൽ 75 സീറ്റൊക്കെ പിടിക്കും. അത് കേരളത്തിലെ ജനങ്ങൾ കൊടുക്കും. അത് കൂടുതൽ കൊടുക്കും, അത് വേറെ കാര്യം. മിനിമം ഭരിക്കാനുള്ള സീറ്റ് കിട്ടും. അതുകൊണ്ട് ഇവന്മാരെ ഒന്നും ഇനി കച്ചി തൊടിയിക്കരുത്. ഇത്രയും വാശി പിടിക്കുന്ന ഈ നായെ ഇനി ഒരു കാരണവശാലും അവന് സ്ത്രീധനം കിട്ടിയതാ കേരളം. ഈയിടെ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ അവന് സ്ത്രീധനം കിട്ടിയതാ, പന്ന റാസ്കൽ. ഞങ്ങൾ ആലോചിച്ചിട്ട് നമുക്ക് നടപടി എടുക്കണം എന്ന് പറയുന്നതിന് പകരം ആദ്യം ഈ അടൂർപ്രകാശിനൊക്കെ അഭിപ്രായം ഉണ്ടായിരുന്നല്ലോ ആദ്യത്തെ 1-2 ദിവസം MLA സ്ഥാനം വരെ രാജിവെക്കണമെന്ന്. പിന്നെന്തുകൊണ്ട് അദ്ദേഹം അത് മാറ്റിയത്? കേരളത്തിലെ ജനങ്ങളുടെ മനസ്സറിഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾ അന്തസ്സായിട്ട് ആ അഭിപ്രായം മാറ്റി. പക്ഷേ അയാളെയൊക്കെ നിർബന്ധിക്കുന്നുണ്ട് ഇവൻ. എന്ത് നിർബന്ധിക്കാൻ? അടൂർപ്രകാശമൊക്കെ അത് മനസ്സിലാക്കി ഇടപെട്ടാൽ നന്നായി. വളർന്നു വരുന്ന ഒരു നേതാവാണ്, ജനങ്ങൾ അംഗീകരിക്കുന്ന നേതാവാണ്. അല്ലാതെ ഇപ്പം ഈ മുതിർന്ന കൂട്ടത്തിൽ സുധാകരനല്ലാതെ അടൂർപ്രകാശമൊക്കെ അല്ലാതെ വേറെ ഒത്തിരി പേരെ ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് കാണുന്നില്ല. അതുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിലെ പല നേതാക്കന്മാരും, ഞാനെടുത്ത് പറയുന്നില്ല, എല്ലാവർക്കും അറിയുന്ന നേതാക്കന്മാരുണ്ട്, പെൺകേസിൽ പ്രതികൾ, ഇന്നും സ്ഥാനമാനങ്ങൾ വഹിക്കുന്ന. അവരെ ആദ്യം രാജിവെപ്പിച്ചിട്ട് രാഹുലിനെ രാജിവെപ്പിക്കട്ടെ. 1-2 കയർ ഞാൻ ഇവന് മേടിച്ചു കൊടുക്കാം രാഹുലിനെ തൂക്കാൻ. അല്ലെങ്കിൽ ഈ പന്ന റാസ്കലിനെ 2 കാലേ കയറ് കെട്ടി JCB കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കണം. ഇവനെ വലിച്ച് കീറണം, അതാ വേണ്ടത്. ഞാൻ എറണാകുളത്ത് നിന്നാണ് വിളിക്കുന്നത്. എൻ്റെ പേര് രാജു എന്നാണ്. ഞാനൊരു അഭിപ്രായം പറയാൻ വിളിച്ചതാണ്. നമ്മുടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കേസിലെ എന്റെ ഫലമായ സംശയം, ആദ്യമേ ഈ റിപ്പോർട്ടർ ചാനൽ പുറത്തുവിട്ട ഒരു ശതരേഖ ഉണ്ടല്ലോ, ഒരു സന്ദേശം, ഒരു പെണ്ണും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിലുള്ളത്, അതൊരു ഫേക്ക് സന്ദേശമാണെന്നുള്ളതാണ് എന്റെ വിശ്വാസം. മാത്രമല്ല അതിൽ ആ സ്ത്രീ ശബ്ദം ഉണ്ടല്ലോ, ആ സ്ത്രീ ശബ്ദം ഈ റിനി ആൻഡ് ജോർജിന്റേതാണെന്നുള്ള എന്റെ പരമായ സംശയമുണ്ട്. കാരണം എന്ന് വെച്ചാൽ അത് അവര് ടാമ്പർ ചെയ്ത് കൊടുത്തതെന്ന് മാത്രം മനസ്സിലാവാത്തതാണ്. പക്ഷെ വേറെ ചാനലിൽ അത് ഫുള്ളായിട്ട് കേൾക്കുമ്പോഴേക്കും ഒറിജിനൽ റിനിയുടെ ഇന്റർവ്യൂയുടെ ശബ്ദവും അവരുടെ ആ ശബ്ദത്തിന്റെ ശബ്ദവും വളരെ സാമ്യമായിട്ടുള്ളത് തോന്നുന്നു. മാത്രമല്ല അവരുടെ ആക്സെന്റും ആ സ്റ്റൈൽ ഓഫ് സ്പീക്കിംഗ് എല്ലാം അതിനോട് സാമ്യമായിട്ട് നിൽക്കുന്നതാണ് തോന്നുന്നത്. അപ്പോൾ അതിൽ സംശയിക്കുന്നത് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ശബ്ദം തന്നെയാണോ എന്നുള്ളതാണ് വേറൊരു സംശയം. അപ്പൊ ഈ ശബ്ദസന്ദേശം തന്നെ ഫേക്ക് ആയതുകൊണ്ടാണ് ഇതുവരെ അവർക്ക് ഒരു എന്നുള്ള ആളെ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാനോ അത് കാണിച്ചു കൊടുക്കാനോ അല്ലെങ്കിൽ മുന്നോട്ട് കൊണ്ടുവരാനും പറ്റാത്തത്. അപ്പൊ ഇത് എന്റെ അഭിപ്രായത്തിൽ ഇവർ തമ്മിൽ പ്ലാൻ ചെയ്ത് ഈ റിനി ആൻഡ് ജോർജും അതുപോലെ തന്നെ അവരെ സപ്പോർട്ട് ചെയ്യുന്നവരും കോൺഗ്രസ്സുകാരും തമ്മിൽ പ്ലാൻ ചെയ്തുകൊണ്ട് ഇറക്കിയ സന്ദേശം തന്നെയാണെന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായം. താങ്കളുടെ ചാനൽ ആ ഒരു ലൈനിൽ ഒന്ന് ചിന്തിക്കുകയോ അല്ലെങ്കിൽ ഒന്ന് അന്വേഷണം നടത്തുകയോ ചെയ്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും എന്നാണ് എന്റെ അഭിപ്രായം. അത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി ചെയ്യട്ടെ. ഓരോരുത്തരുടെയും ചിന്തകളും എന്താ പറയുന്ന അനുമാനങ്ങളും ഒക്കെ ഷെയർ ചെയ്യാം. ലെറ്റ് ദ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി എൻക്വയർ അബൌട്ട് ദാറ്റ്. നമ്മൾ അതിന്റെ ഒരു കോമ്പറ്റന്റ് ഏജൻസി അല്ലല്ലോ ഇതിന്റെ പുറകെ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇപ്പൊ ഇവരുടെ കയ്യിൽ ഭരണം ഇരിക്കുന്ന കാരണം അവർ ആ ലൈനിൽ പോകുന്നു തോന്നുന്നില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് കൊടുക്കാൻ വേണ്ടി തന്നെയുള്ള അതിപ്പോ ഇവന്മാരെ നാറി കീറി പറഞ്ഞ് നിൽക്കിയാൽ ഇത് ആളുകൾക്ക് മനസ്സിലായില്ലേ, ഇത് ഫേക്കാന്ന് മനസ്സിലായില്ലേ?
എന്ത് പറഞ്ഞു പിടിച്ചെങ്കിൽ ഇത്രയും വലിയ എന്താ പറഞ്ഞ മല വരുന്നേ പുലി വരുന്നേന്ന് പറഞ്ഞ് കാറി കൂവിട്ട് അവസാനം എന്തായി? ഏതായാലും ആ പാവം പയ്യനെ ബലി കൊടുക്കുന്നത് ഭയങ്കര. അവന് ഇതിന്റെ തൊടാൻ പറ്റും. ഈ പണി ഒപ്പിച്ചിട്ട് ഇനി അവനെ വെറുതെ വിടുവോ? അവൻ ഇതിന് കൃത്യമായിട്ടുള്ള മറുപടി പറയാതെ അവനെ അതിന് വെറുതെ വിടുവോ? അവൻ മുന്നോട്ട് വരണം എന്നുള്ളതാണ്. അവൻ വന്നല്ലേ പറ്റത്തുള്ളൂ. കൊള്ളാം. അവനെ നാട്ടുകാർ വരുത്തൂലേ? പേര് റീത്താണെന്ന്. സാർ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തത് മാത്രമേ തെറ്റുള്ളൂ. ഇന്ന് നമ്മുടെ പിണറായിന്റെ ഇതിൽ എത്ര ആൾക്കാരുണ്ട്. ആ പരാതിയും കൊണ്ട് വന്ന പെണ്ണിനെ പിടിച്ചു നിർത്തി ചോദിച്ച് സത്യം തെളിയിക്കാൻ കഴിയാത്ത ഒരു കേരളായിപ്പോയോ നമ്മളത്? ഇത്ര വലിയ നിയമങ്ങൾ പറഞ്ഞു നടക്കുന്ന ഈ കേരളത്തില് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്ര ചെറിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ പറ്റീനെന്ന് ഞങ്ങൾക്ക് ഒരു ഇതുമില്ല. ഞാൻ തനി മാർക്സിസ്റ്റുകാരൻ. ഞാൻ നായനാർ വീട്ടിൽ അടുത്ത് നിൽക്കുന്നതാണ്. നായനാർ നല്ല ബഹുമാനവും ഇതും ഉള്ളതാണ്. അതല്ല ഞാൻ കണ്ടത് എന്റെ പിണറായിന്റെ അടുത്ത്. രണ്ട് തെറ്റില്ല എന്റെ മനസ്സിലുള്ളത്. ഇപ്പൊ സാറേ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ തീർച്ചയായിട്ടും നിർത്തുവാണെങ്കിൽ എന്റെ കുടുംബത്തിൽ തന്നെ കുറെ കോൺഗ്രസ്സുകാരുണ്ട്. വോട്ട് കിട്ടിയില്ല ആര് നിന്നാലും. കോൺഗ്രസ് ഈ കേരളത്തിൽ നിന്ന് അടിച്ചു തെളിച്ചു പോവും. സാറ് ഒന്ന് അതിന് വേണ്ടിയിട്ട് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ചെയ്യാം. നമ്മളെ മനസ്സുകൊണ്ടും എങ്ങനെ നമുക്ക് സഹകരിക്കാൻ കഴിയുമെന്ന് വെച്ചാൽ നമ്മളുണ്ടാവും കുറെ ആൾക്കാർ. ഈ കല്യാശ്ശേരി തന്നെയുണ്ട് സാറേ. അതുകൊണ്ട് എന്ത് ഇതുണ്ടെങ്കിലും രാഹുലിന്റെ കൂടി തന്നെയാണ്. ഞാൻ പാലക്കാട് പേര് ജയപ്രകാശ്. ഞാനൊരു കുറച്ച് കോൺഗ്രസ്സുകാരനായിരുന്നു ഇതുവരെ. പക്ഷേ ഈ ഇതുപോലുള്ള ന്യൂസ്, നിങ്ങളുടെ ചാനലിലുള്ള ന്യൂസ് കേൾക്കുമ്പോൾ ഈ കോൺഗ്രസ് പ്രസ്ഥാനത്തുനിന്ന് എത്രയും പെട്ടെന്ന് വിട്ടുപോകണമെന്ന് തോന്നുന്നു. ഇങ്ങനെയൊക്കെ ഈ കോൺഗ്രസ് പ്രസ്ഥാനം വളർത്തിക്കൊണ്ടുവരാൻ എന്തുമാത്രം ജനങ്ങൾ പാടുപെട്ടതാ ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ചാനൽ കാണുമ്പം. അല്ല, ഇങ്ങനെയുള്ള ഈ വിവേകമില്ലാത്ത ഇവന്മാരൊക്കെ ഒന്നും ഓർത്തേക്ക് നാളെ ഭരണത്തിൽ വന്നാൽ എന്തൊരു ദുരന്തമായിരിക്കുന്നു എന്ന് ഓർത്തു നോക്കി. ഇപ്പോൾ അതായത് ഇത്രയും ദുരിതത്തിൽ 10 കൊല്ലം ഭരണമില്ലാതെ ഇത്രയും ക്രൈസിസ് നിൽക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടം ഒരുപാട് കഷ്ടപ്പെട്ടവരല്ലേ കോൺഗ്രസ് പ്രസ്ഥാനത്തിന് വേണ്ടി. ഇതുപോലുള്ള പ്രസ്ഥാനം നിയമസഭ തെരഞ്ഞെടുപ്പ് നിയമസഭയിൽ പോകാതെ എങ്ങോട്ട് പോകാനാ? ഇനി നിയമസഭ തെരഞ്ഞെടുപ്പ് എന്നാത്തിനാ നിയമസഭ വരണ്ട പോലും? ഇതൊക്കെയാണ് കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഈ വിറ്റാൽ നടക്കുന്ന യുവാക്കളോട് പറയുന്ന മറുപടിയാണത്. എന്തെല്ലാം കാട്ടിക്കൂടുന്നു ഈ പ്രസ്ഥാനത്തിന് വേണ്ടി. ഇതെല്ലാം പോകും കേട്ടോ. തമ്മിൽ തല്ലി പോകും. ഇതെല്ലാം മറ്റുള്ള കാത്തി നിൽക്കുമല്ലേ. അച്ചാരം മേടിച്ച് നശിപ്പിക്കുമല്ലേ പാർട്ടിയെ. അതാ ശരിയാ. ഇതിന്റെ പേരിൽ മേടിച്ചാ ഇതിപ്പോ ഒന്ന് പച്ച പിടിച്ച് വന്ന് ഇപ്പം ഈ പോലീസ് മർദ്ദനത്തിന്റെ പേരിൽ അങ്ങ് സന്തോഷിച്ചതാ. വീണ്ടും അങ്ങ് പോയി. അതങ്ങ് കെട്ടാതെങ്കിൽ അങ്ങ് പോകും. അവസാനം ഇതിന്റെ പ്രശ്നങ്ങളാവും. തമ്മിൽ തല്ലെന്ന് പറയും. ഇതങ്ങ് കയറി മറ്റുള്ളവർ കൊണ്ടുപോകും. അതിനുള്ള ചാൻസ് കൊണ്ടുപോകുന്നു ഇപ്പം. അപ്പൊ ഇപ്പൊ പിണറായി വിജയൻ BD സതീശന്റെ ഡീൽ എന്ന് പറഞ്ഞാൽ എന്നാ തെറ്റ്? അതെല്ലാം പറ്റുന്നത് ഇപ്പം ഈ ചെറുപ്പക്കാരെ മനസ്സിൽ ഡീ കോരിയിട്ടേച്ച് എവിടെയാ പോക്കി എങ്ങനെ പോയി എങ്ങനെയാണോ ഈ കോൺഗ്രസ് പ്രസ്ഥാനം? ഭയങ്കര കഷ്ടമുണ്ട്. Sunil sir, good morning. Thank you very much. Appreciated your courage and ability to speak out these things, Very good. Keep it. സാറേ, ഇപ്പം നമ്മൾ ഇത് ആ കൂടെ പരിശോധിക്കുമ്പോഴേ ഇതിന്റെ മൂല കാരണം ഈ സതീശന്. ഇന്നലത്തെ മെഞ്ഞാത്തെ അദ്ദേഹത്തിന്റെ പ്രസ്താവന കേരളം ഇളകി വന്നാലും ഞാൻ മാറത്തില്ലെന്ന്. സാധാരണ ഏതൊരു നേതാവായാലും അവർക്ക് അതിനകത്ത് ഒരു കൈകടത്തിലില്ലെങ്കിൽ അവർ പറയും അല്ലെങ്കിൽ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി, അല്ലെങ്കിൽ ഞങ്ങളുടെ തീരുമാനം മാറ്റണം. ഇത് എനിക്ക് തോന്നുന്നത് ഇവൻ്റെ കളി പൊളിച്ചത് വരല്ലേ. അതിനുവേണ്ടിയാണ് ഈ രാഹുലിനെ ഒടുക്കുന്നത്. ഈ പെണ്ണുമായിട്ട് ഇദ്ദേഹത്തിനുള്ള ബന്ധം, അല്ലെങ്കിൽ അവൾ ഈ പുള്ളിയെ ബ്ലാക്ക് മെയിൽ ചെയ്യും. ഇത് പേടിച്ചാണ് ഇതിൻ്റെ പുറകിലുള്ള കളി. തീർച്ചയായിട്ടും ഈ പ്രതിപക്ഷ നേതാവ് തന്നെയാണ്. അതായിരിക്കുമല്ലേ ഇപ്പം ആവേശം വെച്ച രമേശും പിന്നെ മുരളിയും KPCC പ്രസിഡന്റും ഒക്കെ വായി വിരലിട്ടുകൊണ്ടിരിക്കുന്നത്. ആർക്കും അനക്കമില്ലല്ലോ. അവർക്ക് അബദ്ധം മനസ്സിലായി തോന്നി. ഈ കിഴങ്ങിന് മാത്രമേ ഉള്ളത് മനസ്സിലാകാത്ത. അപ്പം ഇതിൻ്റെ പുറകിൽ എനിക്ക് തോന്നുന്നത് ഇവൻ്റെ ഈ എന്തൊക്കെയോ മറച്ചു വെക്കാനുള്ളത് വിളിച്ചത് വരല്ലേ. രാഹുലോ ഇങ്ങനെയൊക്കെ ഉള്ളവരെ ഇവൻ്റെ തീരുമാനത്തിന് അടുക്കത്തില്ലായിരിക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് സംശയിക്കേണ്ട ഇവൻ്റെ ഈ കള്ളക്കളി വെളിച്ചത്ത് കൊണ്ടുവരാൻ നമുക്ക് എന്തെങ്കിലും അണ്ടർഗ്രൗണ്ട് പണി ചെയ്തേ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് ഇവ ഇങ്ങനെ അറഗൻ്റായിട്ട് കേരളം മൊത്തം ഇളകി വന്നാലും എന്ത് ബോധ്യമാണ് വേണ്ട? ഒരു പന്ന പെണ്ണ് പറഞ്ഞെന്നും പറഞ്ഞ് അപ്പോൾ അങ്ങനെ നാളെ വേറൊരു പെണ്ണ് വന്ന് ഇപ്പം നമ്മുടെ KPCC പ്രസിഡന്റിനെ പറ്റി പറഞ്ഞാൽ ഇവനുടനെ സസ്പെൻഡ് ചെയ്യും. അല്ലെങ്കിൽ രാഹുൽ ഗാന്ധിയെ പറ്റി ഒരു പെണ്ണ് വന്ന പറയാ ഇവനുടനെ സസ്പെൻഡ് ചെയ്യും.
അല്ലെങ്കിൽ സ്ഥാനം മാറ്റും. അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള എനിക്ക് ബലമായ എൻ്റെ സംശയം ഇപ്പോൾ വേറെ ആരെയും കുറ്റം പറയണ്ട, ഈ പെണ്ണും ഇവനും തമ്മിലുള്ള അവിഹിത ബന്ധത്തിൻ്റെ അല്ലെ പിന്നെ ഇവന് ഇത്ര സോക്കേടെന്തുവാ? ഏതോ ഒരു പെണ്ണ് വന്ന് ചുമ്മാതെ അഭിപ്രായം പറഞ്ഞതിന് തൻ്റെ ഇവൻ ആ രീതിയിൽ തള്ളിക്കളഞ്ഞാൽ പോലെ ഓക്കെ, അല്ലെ അവരുടെ ബർത്ത്ഡേക്ക് ഒന്ന് പോയി, അല്ലെങ്കിൽ ഫംഗ്ഷന് പോയി, ഇതൊക്കെ സ്വാഭാവികമായിരിക്കാം. പക്ഷേ അതിനുവേണ്ടി ഇവനെ ഒരു പ്രസ്ഥാനത്തെ ബലി കൊടുക്കാൻ ശ്രമിക്കുമ്പോൾ ഇതിൻ്റെ പിന്നിലുള്ള വിവരങ്ങളൊന്നും ഇതൊന്നുമല്ല. തന്നെയുമല്ല, ആ പെണ്ണിന് അപ്പനൊരു കറകളഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരനുമാണ്. അപ്പോൾ ഇവർ തമ്മിലുള്ള അണ്ടർഗ്രൗണ്ട് അല്ലെ അന്തർധാര നമുക്ക് ഏറെക്കുറെ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇനി എനിക്ക് തോന്നുന്നത് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ നമ്മുടെ ഡയറക്ടർ ജോസ് തോമസ് സാറ് അദ്ദേഹത്തിൻ്റെ പറഞ്ഞത് ഇപ്പം സത്യം പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെക്കണം MLA സ്ഥാനം. ഇവന്മാരെ വെള്ളം കുടിപ്പിക്കണം. ഞാനായിരുന്നെങ്കിൽ അവൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ ആ MLA സ്ഥാനം രാജിവെച്ചേന്. കാരണം നമ്മളെ പ്രാഥമിക അംഗത്തിൽ നിന്ന് മാറ്റിയ ഒരു അവിശ്വാസമുള്ള പാർട്ടിയിൽ അവർ നമ്മളെ വിശ്വസിക്കട്ടെ. അതുവരെ ഇത് എൻ്റെ അഭിപ്രായത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ സ്ഥാനം രാജിവെക്കണം, MLA സ്ഥാനം. ഇവന്മാരെ അങ്ങനെ വിടരുത്. പാർട്ടിക്ക് അല്പകാല ക്ഷീണം വരുമായിരിക്കും, പിന്നെ നമുക്ക് ശരിയായിക്കോളും. ഇതിനു മുമ്പേ ഇതുപോലെ എൻ്റെ ഇവന്മാരെല്ലാം കളിച്ച് ഈ പാർട്ടിയെ നശിപ്പിച്ചതാണല്ലോ. കരുണാകരൻ മുതൽ ഉമ്മൻചാണ്ടി സാർ മുതൽ അവരൊക്കെ ആ സമയത്തും അല്ലെ മുരളി, രമേശ്, ഇവരെല്ലാം പാർട്ടിയെ നശിപ്പിച്ച കൂട്ടത്തിലാണ്. ഈ കേരളത്തിലെ കോൺഗ്രസ് നശിപ്പിക്കാനുള്ള മുഖ്യ കാരണം ഇവരൊക്കെ തന്നെയാണ്. അല്ല പ്രതിപക്ഷമോ BJPയോ മാർക്സിസ്റ്റുകാരോ അല്ല. ഈ കോൺഗ്രസ്സുകാർ തന്നെയാണ് കോൺഗ്രസിനെ നശിപ്പിച്ചത്. അപ്പോൾ ഇവരിപ്പം സുവിശേഷം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. എന്തിനാ മറ്റുള്ളവരെ കുറ്റം പറയുന്നത്? ഈ മുരളി ആയാലും ഇതിനു മുമ്പുള്ള KPCC പ്രസിഡന്റുമാരായാലും ഈ പത്തനംതിട്ട സീറ്റ് തന്നെ ആ റോബിൻ പീറ്ററെ നശിപ്പിച്ചത് ആരായിരുന്നു? ഈ അടൂർ പ്രകാശാണ്. ഈ അടൂർ പ്രകാശിൻ്റെ പിടിവാശി ഒറ്റ നിമിത്തം ആ സീറ്റ് പോയത്. അങ്ങനെ പത്തനംതിട്ട ജില്ലയിൽ എത്ര സീറ്റുണ്ട് കോൺഗ്രസ്സിന്? എല്ലാം പോയത് ഈ കഴിവേറികൾ ഒരു PJ കുര്യൻ നടക്കുന്നു. ആ പുള്ളിയെ കൊണ്ട് ആ കോൺഗ്രസ് എന്ത് നേട്ടം ഉണ്ടായിട്ടുണ്ട്? സ്ഥാനം മാത്രം. അങ്ങനെ അതിന് മുമ്പുണ്ടായിരുന്ന പ്രസിഡന്റ് ഒരു ബാബു ജോർജ്, DCC പ്രസിഡന്റ്, ഇവന്മാരെല്ലാം കൂടെ ആ കോൺഗ്രസിനെ ആ പത്തനംതിട്ട ജില്ലയെ നശിപ്പിച്ചത്. എങ്ങനെ സ്വാധീനം ഉണ്ടായിരുന്നു? വെറും സ്ഥാപിത താല്പര്യത്തിന് വേണ്ടിയും ചെരുപ്പ് നിൽക്കാൻ വേണ്ടിയും പിന്നെ ഇവൻ്റെയൊക്കെ മറ്റേ താങ്ങാൻ വേണ്ടി നടന്നതിൻ്റെ ശിക്ഷയായി ഇപ്പം കോൺഗ്രസ് അവിടെ അനുഭവിക്കുന്നത്. അതിന് മറ്റുള്ളതിനെ കുറ്റം പറയുന്നത് അവരും മിടുക്കന്മാർ, അവരെ ആ കിട്ടുന്ന അവസരം അവരുപയോഗിക്കും. അത് ബുദ്ധിമാൻ്റെ ഒരു ലക്ഷണമാണ്, അവസരം കിട്ടുമ്പോൾ ഉപയോഗിക്കുക എന്നുള്ളത്. അല്ലാതെ വായും പൊളിച്ച് നോക്കിയിരിക്കുകയല്ല. എന്നൊരു കുറ്റം പറഞ്ഞൊരു കാര്യമുണ്ടോ? ഞങ്ങളുടെ പോയി കോൺഗ്രസ് പോയി. ഞാൻ പറയുന്നത് ഇവരെല്ലാം അടി കൊള്ളണം. ഇനിയും മൂന്നാം വട്ടവും ഈ പിണറായി തന്നെ വരണം. നമ്മുടെ ഈ ബംഗാളിൻ്റെ സ്ഥിതിയാണ്. എങ്കിലും ഇവനൊക്കെ അഹങ്കാരത്തിന് മനസ്സിലാവുകയുള്ളൂ. ഇതുപോലൊരു മുടിഞ്ഞ നാട്, ലോകത്തിൽ ഇതുപോലെ സമ്പൽ സമൃദ്ധിയുള്ളൊരു നാട് ആകേണ്ട നാട് ഇങ്ങനെ മുടിയാനുള്ള കാരണം എന്തുവാ? നമ്മൾ ആലോചിക്കണ്ടേ? അപ്പം ഇതിൻ്റെ കളി എന്ന് പറഞ്ഞാൽ ഈ സതീശനെ ഇതിൻ്റെ ഏതോ ഇപ്പം വലിയ ബിനാമിയ, ഇവനെ ഏതൊക്കെയോ മറയ്ക്കാനുണ്ട്. അത് ചിലപ്പോൾ ഒരു പക്ഷേ ഈ രാഹുലിന് അറിയാമായിരിക്കും. അവൻ ഇപ്പം മുന്നോട്ട് വരണം. ഈ സ്ഥാനം അവൻ്റെ MLA സ്ഥാനം രാജിവെക്കണം. അവന് ഒരു മടിയും വിചാരിക്കേണ്ട. ഇങ്ങനിട്ട് അവനെ അലക്കുന്നുണ്ടേ, ഇങ്ങനിട്ട് അവനെ ഒറ്റപ്പെടുത്തുന്നുണ്ടേ. അവൻ ചെയ്യേണ്ടത്, ഞാൻ ആ സ്ഥാനത്തായിരുന്നു അന്നേരം രാജിവെച്ചിന്, ബാക്കിയൊക്കെ പിന്നെ നോക്കാം. അവിടെ ബൈലക്ഷൻ വരട്ടെ, BJP ജയിക്കട്ടെ. അങ്ങനെയെങ്കിലും ഇവരൊക്കെ അഹങ്കാരത്തിനൊന്ന് ഈ കേന്ദ്രമെങ്കിലും ഒന്ന് ഉണരുമല്ലോ, ഹൈക്കമാൻഡെങ്കിലും. കുറെ എന്തുവാ ഇവനെയൊക്കെ വിളിക്കേണ്ട ഭാഷ എന്തുവാ? നമുക്ക് ചില പ്രായത്തിൻ്റെത് ഞാൻ മാനിക്കണം. 67 വയസ്സായി. പ്രായത്തിൻ്റെത് നമുക്കൊരു മാന്യത, പ്രായത്തെ മാനിക്കണം. അതുകൊണ്ട് ഞാൻ ഈ മാന്യമായി അല്ലെങ്കിൽ എൻ്റെ സ്വഭാവത്തിന് ഇതൊന്നും അല്ല ഞാൻ പ്രയോഗിക്കേണ്ടത്. എന്റെ പേര് പ്രവീണാണ്. ഞാൻ വിളിക്കുന്നത് ദുബായിൽ നിന്നാണ്. അപ്പം ഞങ്ങളൊരു 100-300 പേരുടെ കമ്പനിയാണ് വർക്ക് ചെയ്യുന്നത്, മലയാളി അടക്കം. ഒരാൾ പോലും സാറേ രാഹുൽ മാവട്ടത്തിൽ ഇതുവരെ നമ്മുടെയൊക്കെ ഈ ദുബായിലെ വിദേശ ഒരാൾ പോലും കുറ്റം പറയാറില്ല. ഈ കോടതിയും നിയമങ്ങളൊക്കെ ഉണ്ടല്ലോ, അവരൊക്കെ തീരുമാനിക്കട്ടെ. അതിന് മുൻപാണ് ഇത്രയും തീരുമാനങ്ങളെടുത്ത് അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുന്നത്. ഇപ്പം ഈ VD സൈസ് എന്ന മനുഷ്യനുണ്ട് സാറ്, ശരിക്കും കോൺഗ്രസ് ഒരു ഇഷ്യൂ തന്നെയാണ്. അതായത് രാഹുൽ മാങ്കൂട്ടത്തില്, ഷാഫി പറമ്പില്, മാറ്റി കൊഴുനാടൻ എന്നുള്ള വലിയ വലിയ മരങ്ങള് അതുങ്ങൾ വളർന്ന് പന്തലിച്ച് വരുമ്പോൾ ഒരു ഇഷ്ടിങ് നേച്ചർ അതുങ്ങളെ നശിപ്പിക്കാൻ വേണ്ടിയാണ് ഈ സന്ദേശം തുടങ്ങുന്നത്.
സാറിന് ഓർത്തില്ല, നമ്മളൊക്കെ ഇവിടുന്ന് ഇത്രയും വിളിക്കണമെങ്കിൽ നമ്മുടെയൊക്കെ ഈ ഭാഗത്ത് നമ്മുടെ ഈ കമ്പനിയിലൊക്കെ 10, 100, 150 മലയാളികൾ താമസിക്കുന്നുണ്ട്. അവര് വരെ പറയുന്നത് എന്തിനാണ് ഇത്ര തിടുക്കത്തിൽ ആ മനുഷ്യനെ ഒഴിവാക്കുന്നത് ചോദിക്കുന്നത്. കാര്യം സതീശനൊന്നും ഇപ്പോഴത്തെ ഒരു അവസ്ഥയില് വീഡിയോ വെച്ച് പറഞ്ഞാണല്ലോ, ഒരു ക്യാൻസർ ആണ് കോൺഗ്രസില്. ആ ഒരു ഭാഗം മാത്രം മുറിച്ച് മാറ്റുവാണെന്നുണ്ടെങ്കിൽ സാറേ ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം രക്ഷപ്പെടും. ഇല്ലാതെ ഒരിക്കൽ കാരണവശാലും കോൺഗ്രസ് രക്ഷപ്പെടാൻ പോകുന്നില്ല. നിസ്സാരമായ ആ പെണ്ണൂട്ടിന്റെ കേസും കഴിച്ചിട്ടാണ് ഇവനെ ഇങ്ങനെ ഒഴിവാക്കുന്നത്. ഇന്നത്തെ ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് വന്നിരിക്കുന്നത് 2 പ്രതികൾ ഇല്ലാതെയാക്കി. എന്ത് സാറേ, എന്ത് പ്രതിബദ്ധതയുള്ളത്? എന്റേതായ കാര്യങ്ങൾ ഞാൻ ഉറച്ചു നിൽക്കുമെന്ന് പറയുന്നത് ചിന്തിക്കണ്ടേ? അതെന്റെ നാട്ടിൽ നമുക്ക് നിയമവ്യവസ്ഥകൾ ഉള്ളത്, ആ നിയമവ്യവസ്ഥകളെല്ലാം പാലിച്ചോട്ടെ, അതിന് ശേഷം വേണമെങ്കിൽ തീരുമാനം എടുത്തോട്ടെ. ഇപ്പോഴും ഞാൻ പറയാം, രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ മനുഷ്യൻ CPM-ലായിരുന്നെങ്കിലുണ്ടല്ലോ പിണറായി വിജയനൊക്കെ നെഞ്ചോട് ഉയർത്തിയാണ്. എത്ര വന്നാലും പറയും നിയമങ്ങളുടെ വഴിക്ക് പോരാ, അതിനൊരു തീരുമാനം എടുക്കാമെന്ന്. കാര്യം അവൻ തകർക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ തുടങ്ങുന്നത്. അപ്പൊ നിങ്ങളുടെയൊക്കെ എല്ലാ ന്യൂസുകളും ഞങ്ങളൊക്കെ റൂമിലിരുന്ന് കാണുന്ന ആൾക്കാരാണ്. അതുകൊണ്ടാണ് ഒരു 2 വാക്കെങ്കിൽ നമ്മൾ ഈ പ്രവാസ ലോകത്ത് നിന്ന് വിളിച്ചു പറയാൻ വേണ്ടി വിളിച്ചത്. കാര്യം അത്രമാത്രം നമ്മൾ ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്ന ഈ ഒരു മനുഷ്യൻ കാരണം ഇപ്പോൾ നശിപ്പിച്ചുകൂടാ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.